Could have, could be, could have been. How can you see it? പ്രസൻറ്റിൽ അതായത് ഇപ്പോൾ നമുക്കുള്ള ഒരു കഴിവിനെക്കുറിച്ച് പറയാൻ നമ്മളെ സഹായിക്കുന്നത് ക്യാൻ എന്ന ഓക്സിലറി വെർബാണ്. എന്നാൽ പാസ്റ്റിൽ നമുക്കുണ്ടായിരുന്ന ഒരു കഴിവിനെക്കുറിച്ച് പറയാൻ നമ്മളെ സഹായിക്കുന്നത് കുഡ് എന്ന മോഡൽ ഓക്സിലറി വെർബാണ്. കഴിവിനെക്കുറിച്ച് മാത്രമല്ല, കഴിവില്ലായ്മയെക്കുറിച്ച് പറയാനും ഈ രണ്ട് ഓക്സിലറി വെർബുകളും സഹായകരമാണ്. പോസിബിലിറ്റി, അതുപോലെ ഇമ്പോസിബിലിറ്റി, പെർമിഷൻ, റിക്വസ്റ്റ്, സജഷൻസ്, ഓഫേഴ്സ് തുടങ്ങിയൊക്കെ ചെയ്യാൻ ക്യാൻ, കുഡ് എന്നിവ ഉപയോഗിക്കാൻ കഴിയും. ഇവയെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകൾ 4 പാർട്ടായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുഡ് നമ്മളെ കൂടുതൽ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ കുഡ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനും കഴിയും. ഇവ സാഹചര്യങ്ങൾക്കനുസൃതമായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. നമുക്ക് കുഡ് ഹാവ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. കഴിഞ്ഞില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ചെയ്ത ഒരു പ്രവൃത്തി അത് അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമ്മൾ പിന്നീട് ഓർത്ത് നമ്മളെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ വിമർശിക്കാനാണ് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഇവിടെ കുഡ് ഹാവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. ലെറ്റ് us എക്സ്പ്ലെയിൻ ത്രൂ ദ എക്സാമ്പിൾ. അവന് കൃത്യസമയത്ത് കടയിൽ പോകാമായിരുന്നു. ഇവിടെ അവൻ കൃത്യസമയത്ത് പോകേണ്ടതായിരുന്നു, പക്ഷേ അവൻ പോയില്ല. He could have gone to the store on time. മറ്റൊരു സാഹചര്യമാണ്, നിങ്ങൾക്ക് എന്നോട് അല്പമെങ്കിലും സത്യസന്ധത പുലർത്താമായിരുന്നു. You could have just been honest with me. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കുഡ് പാസ്റ്റിലെ ഒരു എബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ കുഡ് ഹാവ് പാസ്റ്റിലെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ചാണ്, ഒരു സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന രീതിയിൽ. മറ്റൊന്ന്, ഞാനില്ലാതെ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇവിടെ ഞാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ കാര്യം ചെയ്തിട്ടില്ല. He could have done this without me. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സബ്ജക്റ്റ് സിംഗുലർ ആയാലും സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും ഉപയോഗിക്കേണ്ടത് കുഡ് ഹാവ് തന്നെയാണ്. നിങ്ങൾക്ക് എന്നെ കാത്തിരിക്കാമായിരുന്നു. അദ്ദേഹം എന്നെ കാത്തിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തോട് പരാതി പറയുകയാണ്. യു കുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ. നിങ്ങൾക്ക് എന്നെ കാത്തിരിക്കാമായിരുന്നു. അവർക്ക് മത്സരത്തിൽ വിജയിക്കാമായിരുന്നു, പക്ഷേ അവർ വേണ്ടത്ര ശ്രമിച്ചില്ല, അതുകൊണ്ട് അവർ തോറ്റുപോയി. ദേ കുഡ് ഹാവ് വൺ ദ റേസ് ബട്ട് ദേ ഡിഡ്ന്റ് ട്രൈ ഹാർഡ് ഇനഫ്. മറ്റൊരു സാഹചര്യം, അവർക്ക് നേരത്തെ സ്റ്റേഷനിലെത്താൻ കഴിയുമായിരുന്നു, എങ്കിൽ അവർക്ക് ട്രെയിൻ നഷ്ടമാകുമായിരുന്നില്ല. ഇവിടെ അവർ നേരത്തെ എത്തേണ്ടതായിരുന്നു, അതുകൊണ്ട് അവർക്ക് ട്രെയിൻ മിസ്സായി, അതുകൊണ്ട് തന്നെ നേരത്തെ പോകാനും കഴിഞ്ഞില്ല. ഇഫ് ദേ കുഡ് ഹാവ് റീച്ച്ഡ് ദി സ്റ്റേഷൻ ഏർലിയർ ദേ വുഡ് ഹാവ് ഗോട്ടൺ ദി ട്രെയിൻ. മറ്റൊരു സാഹചര്യം കൂടി, അയാൾക്ക് കൂടുതൽ കഠിനമായി പഠിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ അവൻ വളരെ മടിയനായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷയിൽ പരാജയപ്പെട്ടത്. He could have studied harder, but he was too lazy and that's why he was failed the exam. അയാൾക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അയാൾക്ക് ജയിക്കുവാനും കഴിയുമായിരുന്നു. മറ്റൊരു സാഹചര്യം നമുക്ക് ശ്രദ്ധിക്കാം. നീ ഇല്ലാതെ എനിക്കിത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. സംഭവം ചെയ്തിട്ടില്ല, നീ ഇല്ലാത്തത് കൊണ്ടാണത്. I couldn't have done it without you. Look at the another example. എനിക്ക് നേരത്തെ എത്താൻ കഴിയുമായിരുന്നില്ല. അവിടെ ഭയങ്കരമായ ഒരു ട്രാഫിക് ജാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് നേരത്തെ എത്താൻ കഴിഞ്ഞില്ല. I couldn't have arrived any earlier. There was a terrible traffic jam. നെക്സ്റ്റ്, എൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയില്ലാതെ എനിക്ക് ബിരുദം പൂർത്തിയാക്കുവാൻ കഴിയുമായിരുന്നില്ല. അവരുടെ സഹായം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെന്നെ നന്നായിട്ട് പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ബിരുദം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. I couldn't have finished my degree without the support of my family. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് couldn't have ആണ്. ഇനി നമുക്ക് കുഡ് ബിയുടെ ഉപയോഗം ശ്രദ്ധിക്കാം. കുഡ് ബി, ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ കുഡ് ബി ഉപയോഗിക്കുന്നു. അതായത് അങ്ങനെ ആയിരിക്കാം, ഒരു സാധ്യതയെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് കുഡ് ബി ഉപയോഗിക്കുമ്പോൾ അത് അങ്ങനെ ആയിരിക്കാമെന്ന് ഊഹിച്ചു പറയാണ്. അതൊരു സാധ്യത മാത്രമാണ്, നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല. അവിടെ ആരാണ് വന്നു പോയത്? അവിടെ ആരോ വന്നു എന്ന് നമുക്കറിയാം, പക്ഷേ ആരാണെന്ന് നമുക്കറിയില്ല, കൃത്യമായിട്ട് നമ്മൾ കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അവിടെ ആരാണ് വന്നു പോയത്. ചിലപ്പോൾ അവളായിരിക്കാം, ചിലപ്പോൾ അവനായിരിക്കാം എന്നാണ് ഉത്തരം. Who came and went there? Sometimes it could be her. ചിലപ്പോൾ അത് അവളാകാമെന്ന് മറുപടി പറയാം. മറ്റൊരു സാഹചര്യം കൂടി, അവിടെ എന്താണ് ഒരു ശബ്ദം കേട്ടത് എന്ന് നമ്മൾ മിക്കപ്പോഴും ചോദിക്കാറില്ലേ? വാട്ട് ഈസ് ദാറ്റ് ഓവർ ദെയർ? അവിടെ എന്താണ് ഒരു ശബ്ദം കേട്ടത്? അത് ചിലപ്പോൾ ഒരു വണ്ടി പോയതിൻ്റെ ശബ്ദമായിരിക്കാമെന്ന് നമ്മൾ ഊഹിച്ച് പറയും. ചിലപ്പോൾ മറ്റെന്തെങ്കിലും മറിഞ്ഞു വീണ ശബ്ദമാവാം, ചിലപ്പോൾ ഒരു വണ്ടി പോയതാവാം, ചിലപ്പോൾ ഒരു കാറ് പോയതാവാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഊഹിച്ച് പറയുകയാണ്. പറയുന്ന ആൾക്കും അത് എന്താണെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഇറ്റ് കുഡ് ബി എ കാർ എന്ന് പറഞ്ഞാൽ മതി, ഒരു സാധ്യതയാണ്. എന്നാൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കാർ എന്ന് പറഞ്ഞാൽ മതി.
മറ്റൊരു സാഹചര്യമാണ് ഒരാൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ മറുപടിയായിട്ട് അവൻ പാർക്കിലാവാം, അല്ലെങ്കിൽ അവൾ അടുക്കളയിലാവാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഷീ കുഡ് ബി ഇൻ ദ കിച്ചൺ, അവൾ അടുക്കളയിലാവാം. ഹി കുഡ് ബി അറ്റ് ഹോം, അവൻ വീട്ടിലാവാം, ഒരു സാധ്യതയാണ്. ഇതൊക്കെ നമ്മൾ ഊഹിച്ച് പറയുകയാണ്. അവിടെ ആവാം, ചിലപ്പം ഒരു സാധ്യതയാണ്, നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല അതൊന്നും. ട്രെയിൻ കുഡ് ബി ലേറ്റ്, ട്രെയിൻ വരാൻ താമസിക്കുന്നു, അതുകൊണ്ടാണ് വരാൻ വൈകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈറ്റ്, കുഡ്, മേ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഇവയെല്ലാം നമുക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷേ മൈറ്റ് ഉപയോഗിക്കുമ്പോൾ സാധ്യത തീരെ കുറവാണ്. കുഡ് ആകുമ്പോൾ ഒരല്പം സാധ്യതയുണ്ട്. മേ ആകുമ്പോൾ ഉറപ്പായും എന്നൊരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ കുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്റ്റീവ് സെൻറ്റൻസുകൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോഴും കുഡ് ബി ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വന്നേക്കാം. വി കുഡ് ബി ഫൈൻഡ്. ഇവിടെ പിഴ ഈടാക്കുന്നത് ഒന്നെങ്കിൽ ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ ഇൻകം ടാക്സുകാരോ ആരെങ്കിലുമൊക്കെ ആവാം. പക്ഷെ ചെയ്യുന്നയാൾക്ക് പ്രാധാന്യമില്ലാതെ സംസാരിക്കുകയാണ് പാസീവ് വോയിസിലൂടെ എന്നുള്ളതാണ് പ്രത്യേകത. ട്രാഫിക് പോലീസ് കുഡ് ഫൈനസ് എന്നതാണ് അതിൻ്റെ ആക്റ്റീവ് വോയിസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് കുഡ് ബി ആണ്. അടുത്തത് നമുക്ക് കുഡ് ഹാവ് ബീൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആകാമായിരുന്നു എന്ന അർത്ഥത്തിലാണ് കുഡ് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു റിഗ്രറ്റ്, ഒരു ഖേദപ്രകടനം, അങ്ങനെ ആകാമായിരുന്നു എന്ന രീതിയിൽ. എനിക്ക് പണക്കാരനാകാമായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ പണക്കാരനല്ല, ശ്രമിച്ചിരുന്നുവെങ്കിൽ ആകാമായിരുന്നു. ഐ കുഡ് ഹാവ് ബീൻ റിച്ച്, എനിക്ക് ആകാമായിരുന്നു. ഐ കുഡ് ഹാവ് ബീൻ എ ടീച്ചർ, എനിക്കൊരു ടീച്ചറാകാമായിരുന്നു. ഹീ കുഡ് ഹാവ് ബീൻ എ ഡയറക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു സംവിധായകനാകാമായിരുന്നു, ശ്രമിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഐ കുഡ് ഹാവ് ബീൻ മോർ ബെറ്റർ, എനിക്ക് അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. ഇതുകൂടാതെ കുഡ് ഹാവ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്റ്റീവ് വോയിസുകൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോഴും കുഡ് ഹാവ് ബീനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണം നൽകാമായിരുന്നു. വി കുഡ് ഹാവ് ഗിവൺ സം ഫുഡ്, നമുക്ക് കുറച്ച് ഭക്ഷണം നൽകാമായിരുന്നു. ഇത് ഒരു ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ സം ഫുഡ് ഹാവ് ബീൻ ഗിവൺ ഹിം എന്നായി മാറും. ഇവിടെ പറയത്തക്ക അർത്ഥവ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ സബ്ജക്റ്റിന് പ്രാധാന്യമില്ലാതെ സംസാരിക്കുന്നു എന്ന് മാത്രം. സം ഫുഡ് ഹാവ് ബീൻ ഗിവൺ ഹിം, നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. വി കുഡ് ഹാവ് സേവ്ഡ് ഹിസ് ലൈഫ്, ഇത് കുഡ് ഹാവ് ബീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുന്നത്? ഹിസ് ലൈഫ് കുഡ് ഹാവ് ബീൻ സേവ്ഡ്, ഇവിടെ പാസീവ് വോയിസിലേക്ക് മാറുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതുപോലെ അവിടെ പോകാമായിരുന്നു. ദർ കുഡ് ഹാവ് ബീൻ ഗോൺ, ഇറ്റ് കുഡ് ഹാവ് ബീൻ ഡൺ ബെറ്റർ, ഇത് കൂടുതൽ നന്നായി ചെയ്യാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ കുഡ് എന്ന മോഡൽ ഓക്സിലറി വെർബ് സഹായകരമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.